വെച്ച് 5 കൊല്ലമാകുമ്പോഴേക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ ഈ നാടകം ഒരു മികച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസമായി മാറി. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ അവരുടെ രാഷ്ട്രീയ പക്ഷം തിരിച്ചറിയുന്നതിനും അവരിൽ പുരോഗമനോന്മുഖമായ കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിനും ആ നാടകം വഹിച്ച പങ്ക് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരലബ്ധിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ എല്ലാ പഠനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യകൃതികളും കലാരൂപങ്ങളും മനുഷ്യരിൽ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പറയാനുണ്ടാവും. എല്ലാ നാടിൻ്റെയും ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ലോകമാകെയും ഉണ്ടാവുന്ന സംഭവങ്ങളോട് ആ സംഭവങ്ങളെ അതിൻ്റെ ശരിയായ ആഴത്തിൽ നമ്മെ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അത് സംബന്ധിച്ച് വരുന്ന എഴുത്തുകൾ, കൃതികൾ ഒക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം, 10,000-കണക്കിന് മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നതിന് ശേഷം താൽക്കാലികമായാണെങ്കിലും ഒരു സമാധാന അന്തരീക്ഷം ഗാസയിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തോടെ വീണ്ടും മനുഷ്യർ കൊല്ലപ്പെട്ടു. പലപ്പോഴും അതങ്ങനെയാണ്. വെടിനിർത്തൽ ഔപചാരികമായി നിലവിൽ വരുമ്പോഴും അത് സത്യത്തിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിന് പിന്നെയും കാലമെടുക്കുമെന്നാണ് പലപ്പോഴും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒടുവിലത്തെ വെടിയൊച്ചകൾ നിലച്ചിട്ട് അധിക സമയമായിട്ടില്ല ഗാസയിൽ. ഇനിയും എത്ര ജീവൻ കൂടി പൊലിഞ്ഞാലാണ് ശാശ്വതമായ സമാധാനം ഉണ്ടാവുക എന്ന് പറയാനുമാവില്ല. ആ മനുഷ്യക്കുരുതിയെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യർ അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിഞ്ഞത് പല ഭാഷകളിലായി പിറവികൊണ്ട കവിതകളും കഥകളും ഒക്കെ വായിച്ചുകൊണ്ടുകൂടിയാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് മാതൃഭൂമി ഓണപ്പതിപ്പിൽ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭന്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. നിങ്ങളിലും പലരും അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പതിവ് കഥകൾ പോലെ ദൈർഘ്യം കുറഞ്ഞ ഒരു കഥയാണ്, ഒരു ചെറിയ കഥ. കഥാസാരം ഒരു സാഹിത്യ സമ്മേളനത്തിലേക്ക് കഥാനായകനെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയാണ്. അദ്ദേഹം ക്ഷണിക്കപ്പെടുകയാണ്. പ്രസംഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വിഷയം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്നാണ്. ഒരു ആധുനിക വിഷയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് പ്രസംഗിക്കേണ്ടതിനെ കുറിച്ച് ഒരു രൂപം കഥാനായകനില്ല. പക്ഷെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞു. എന്ത് പ്രസംഗിക്കണമെന്നറിയാതെ ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിക്കാൻ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സ്കൂൾ കുട്ടിയെ പോലെ വിറയാർന്ന കാലുകളുമായി വിയർത്ത് അദ്ദേഹം പ്രസംഗപീഠത്തിന്റെ സമീപത്തേക്ക് നടന്നു വന്ന് നിശബ്ദനായി നിൽക്കുന്നു. തെല്ലിട മൗനത്തിന് ശേഷം പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാചകം കുട്ടികൾ നിലവിളിക്കുകയാണ് എന്നതാണ്. കുട്ടികൾ നിലവിളിക്കുകയാണ്. എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും. അവർ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. അവരുടെ അച്ഛനമ്മമാർ മരിച്ചു. കൊന്നതാണ്. ആരാണ് കൊന്നതെന്നത് പോകട്ടെ, ആരാണ് കൊന്നതെന്നത് പോകട്ടെ, കൊന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസയിലാണ്. അതാണ് അടുത്ത വാചകം. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയ കുട്ടികൾ നിൽക്കുന്നു. വിമാനത്തിൽ നിന്നും താഴേക്കിട്ടുന്ന ഭക്ഷണപ്പൊതികൾ പ്രതീക്ഷിച്ച്. അപ്പോൾ ദിവസങ്ങളായി പട്ടിണി കിടക്കാത്ത കുട്ടികളെ കുറിച്ചാണ്. ഒരു വിമാനത്തിന്റെ ഇരമ്പൽ കേൾക്കാം. അവർ ഒന്നുകൂടി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. പക്ഷെ ഭക്ഷണപ്പൊതികൾക്ക് പകരം ബോംബും മിസൈലുമാണ് പതിച്ചത്. അങ്ങനെ പോകുന്നു ആ കഥ. അദ്ദേഹത്തിന് ഇപ്പോൾ 96 വയസ്സോ മറ്റോ പ്രായമായി, ശ്രീ ടി പത്മനാഭൻ. ഈ പ്രായത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു കഥയിൽ സാഹിത്യ സമ്മേളനത്തിൽ
പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിലും അഥവാ ഏത് വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിലും പ്രസംഗിക്കാൻ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ ഈ കാലത്ത് ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാതെ മറ്റൊന്നും സംസാരിക്കാനാവില്ല എന്ന സന്ദേശം ആ കഥ പകർന്നു നൽകുന്നുണ്ട്. ആ കഥ അത്തരത്തിലുള്ള പല ചിന്തകളിലേക്കും മനുഷ്യരെ നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഘട്ടത്തിൽ രചിക്കപ്പെട്ടു. അതിലേറെ കവിതകൾ രചിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ നിഷ്ഠൂരതയെ, കൂട്ടക്കൊലയെ, അതിൻ്റെ ആഴത്തിൽ ആ മുറിവുകളെ തിരിച്ചറിയാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ കൂടിയാണ് നാം കാണേണ്ടത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. നമുക്ക് ചുറ്റും ഉള്ള പലതിനെയും അതിൻ്റെ ശരിയായ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികൾ കൂടിയാണ്. വായന അങ്ങനെയാണ് പുതിയ ലോകങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരിക, പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് വായന സമൂഹത്തെയും മനുഷ്യരെയും കാര്യമായി സ്വാധീനിക്കുക മാത്രമല്ല, അവരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുക മാത്രമല്ല, അവരുടെ ചിന്തയുടെ ഗതിയെ ചിലപ്പോൾ നിർണയിക്കുക തന്നെ ചെയ്യും എന്ന് പറയാറുണ്ട്. ഒരു പുസ്തകം ഒരാൾക്ക് അയാളായി തന്നെ വായിച്ച് അവസാനിപ്പിക്കാനാവില്ല എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ